HVACയിൽ നമ്മളിനി പഠിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈക്കോമെട്രിക് ചാർട്ടാണ്. ഈ സൈക്കോമെട്രിക് ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മുന്നിൽ പറഞ്ഞ കാര്യങ്ങളിലെ വേരിയസ് പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, എൻതാൽപ്പി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ഡ്യൂ പോയിൻ്റ്, അങ്ങനെ സ്പെസിഫിക് വോളിയം, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം പരസ്പരം ഒരു ഗ്രാഫിൽ ഒന്നിക്കുന്ന ഒരു സിനാരിയോ ആണ് ഈ സൈക്കോമെട്രിക് ചാർട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിനെ നമ്മൾ പല പല ആക്സിസുകളായിട്ട് വരയ്ക്കും. ഇപ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ പാരൽ ടു വൈ ആക്സിസ് ആയിട്ട് വരയ്ക്കുന്നു. സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും അതേപോലെ വൈ ആക്സിസിൽ തന്നെയാണ് വരയ്ക്കുന്നത്. അതേപോലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി വരയ്ക്കുന്നു, അതിൻ്റെ ഗ്രാഫ് ഇവിടെ കാണാം. അപ്പോൾ ഓരോന്നുണ്ട്. ഇപ്പോൾ ഇത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇങ്ങനെ പാരൽ ടു വൈ ആക്സിസിലൊരു ഗ്രാഫ് വരയ്ക്കുന്നു. -10 to 50 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞ് എഴുതിക്കണം. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അതേപോലെ പാരൽ ടു എക്സ് ആക്സിസ് ആണ് ഗ്രാഫ് വരുന്നത്. അതും ഇവിടെ കാണാം. അപ്പോൾ അതുകൂടെ ഗ്രാംസ് പെർ കെ ജി ഓഫ് ഡ്രൈ എയർ സ്റ്റാർട്ടിങ് ഫ്രം 0 at lower end to 33 grams at top, ആ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഇത് പോകുന്നത്. അതിൻ്റെ വാല്യൂ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 10% തുടങ്ങിയിട്ട് 0 തുടങ്ങിയിട്ട് 10% ഇൻക്രിമെൻറ്റ് വെച്ച് അങ്ങനെ 100%ലേക്ക് എത്തുന്നു. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ 10%, 90, 20, 30 അങ്ങനെ 100%ലേക്ക് ചെല്ലുന്നത് കാണാം. അപ്പോൾ അതാണ് അതിൻ്റെ ഗ്രാഫ് വരുന്നത്. പിന്നെ അതുകൂടാതെ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചറിൻ്റെ ഗ്രാഫ് അതിങ്ങനെയാണ് വരുന്നത്. അത് ഫിഗർ നമ്പർ 4 കാണാം. അപ്പോൾ ഡ്യൂ പോയിൻറ്റ് ടെമ്പറേച്ചർ ഹൊറിസോണ്ടലി റീഡ് ചെയ്യണം, ലെഫ്റ്റ് റൈറ്റ് ആണ് റീഡ് ചെയ്യേണ്ടത്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ആംഗിളിലായിരിക്കും പോകുന്നത്. ഒരു 30 ഡിഗ്രി ആംഗിൾ, എക്സ് ആക്സിൽ നിന്ന് 30 ഡിഗ്രി ആംഗിളിലായിരിക്കും പോകുന്നത്. -10 to 35 ഡിഗ്രി, +10 35 ഡിഗ്രി സെൽഷ്യസ് വരെ ഉണ്ട്. പിന്നെ എൻതാൽപ്പിയുടെ അതേപോലെ ഗ്രാഫുണ്ട്. എൻതാൽപ്പി, സ്പെസിഫിക് വോളിയം, സെൻസിബിൾ ഹീറ്റ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗ്രാഫുകളുണ്ട്. ഇവിടെ വെറ്റ് ബൾബ് ലൈൻസ് കാണാം, സ്പെസിഫിക് വോളിയത്തിൻ്റെ ഗ്രാഫ് കാണാം. ഈ സൈക്കോമെട്രിക് ചാർട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് വരച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റായിട്ട് എയറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, എത്രത്തോളം മോയ്സ്ചർ ഉണ്ട്, അതിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എത്ര, അതിൻ്റെ കൂളിംഗ് എത്ര, അതിൻ്റെ ഹീറ്റിംഗ് എത്ര, എല്ലാം എന്നുള്ള കൃത്യമായുള്ളൊരു വിവരം നമ്മൾ ഈ സൈക്കോമെട്രിക് ചാർട്ടിൽ ഒരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യുക. മീൻസ് നമ്മളൊരു വേരിയസ് സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട്, അതായത് ഉദാഹരണത്തിനൊരു ഷോപ്പിംഗ് മോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് ആയിക്കോട്ടെ. അപ്പോൾ അവിടുത്തെ നമ്മൾ ടെമ്പറേച്ചർ സെൻസ് ചെയ്തു, അവിടുത്തെ ഹ്യൂമിഡിറ്റി സെൻസ് ചെയ്തു, ഇതെല്ലാം സെൻസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ ചാർട്ടിലൊരു പോയിൻ്റ് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട് ഇപ്പോൾ എന്താണ് അവസ്ഥ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. പിന്നെ നമുക്ക് ഒരു കംഫർട്ടബിൾ ഫീലിങ്ങിലേക്ക് എത്താൻ വേണ്ടി എത്ര ഹ്യൂമിഡിറ്റി വേണം, എത്ര ടെമ്പറേച്ചറിലേക്ക് ആക്കണം, ഈ ഒരു കാര്യം കൂടി നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതിപ്പോൾ ഇതിലേക്ക് എത്രത്തോളം ഇപ്പോൾ ഹ്യൂമിഡിറ്റി കൂടുതലാണെന്ന് മനസ്സിലായാൽ നമ്മളത് ഡീഹ്യൂമിഡിഫൈ ചെയ്യുകയാണെന്നുള്ള കാര്യം നമ്മളതിൽ നിന്ന് വ്യക്തമാവും. ഇൻ കേസ് അതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ കൂടി കിടക്കുകയാണെങ്കിൽ, അതായത് ഹീറ്റ് ലോഡ് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ട് ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള പരിപാടികൾ നമുക്ക് ചെയ്യാം. ഹ്യൂമിഡിറ്റി അഥവാ കുറവാണെങ്കിൽ അതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് ഹ്യൂമിഡിറ്റി കൂട്ടാൻ പറ്റും. അങ്ങനെ ഓരോ പ്രോപ്പർട്ടീസും നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് എപ്പോഴും നമുക്കൊരു ഐഡിയൽ കണ്ടീഷനിലേക്ക് എത്തിക്കാനുള്ള ഒരു ഓപ്ഷൻ തുറന്നു തരുന്നതാണ് ഈ സൈക്കോമെട്രിക് ചാർട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു ഉദാഹരണത്തിന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടോ, സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഹീറ്റ് ഇൻക്രീസ് ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അവിടുത്തെ മോയ്സ്ചർ കണ്ടൻറ്റും സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഒന്നും മാറ്റാത്ത രീതിയിലാണ് നമുക്ക് യൂസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരു ഇലക്ട്രിക് ഹീറ്റർ യൂസ് ചെയ്ത് ചെയ്യുന്നത് കാണാം. ഇതിൻ്റെ അകത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 90 നിന്ന് 28 ആകുന്നു. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 30 നിന്ന് 16 ആകുന്നു. ഡ്യൂ പോയിൻ്റ് സെയിം ആയിട്ട് വയ്ക്കുന്നു. എയർ ഇൻ ആൻഡ് എയർ ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്തേക്കണതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ കറക്റ്റ് എന്ത് വഴിയിലേക്കും നമുക്ക് എയറിനെ അഡ്ജസ്റ്റ് ചെയ്യുക, എയറിൻ്റെ പ്രോപ്പർട്ടി അഡ്ജസ്റ്റ് ചെയ്യുക. ഇത് ലാറ്റൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് ഇവിടെ കാണാം. ഇതിൻ്റെ അകത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യാത്ത രീതിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നൊരു സംവിധാനമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 37.5 ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതാണ്. പിന്നെ കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്രോസസ്സ് നമ്മുടെ ഇവിടെ കാണാം. കൂളിംഗ് ആൻഡ് ഡീഹ്യൂമിഡിഫിക്കേഷൻ, ഇതിൻ്റെ അകത്ത് കൂളിംഗ് കോയിൽ യൂസ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് കൂളൻ്റ് ഉണ്ടാവും. ആ കൂളൻ്റ് യൂസ് ചെയ്ത് 35 ഡിഗ്രിയിലുണ്ടായിരുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിനെ 20 ഡിഗ്രി ആക്കുന്നു. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ 24 നിന്ന് 17 ആകുന്നു. ഡ്യൂ പോയിൻറ്റും കുറയുന്നു. അങ്ങനെ ഓവറോൾ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നൊരു പരിപാടിയാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഇതിപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമാണ് കാണിച്ചേക്കുന്നത്.
റൂമിൻ്റെ ഒരു ഉദാഹരണം, ഒരു റൂമുണ്ട്, അതിൻ്റെ എയർ ക്വാളിറ്റിയാണ് കാണിച്ചിരിക്കുന്നത്. 4500 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നുള്ള രീതിയിൽ കിടക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഔട്ട്സൈഡ് എയർ നമ്മൾ 1500 ലിറ്റർ പെർ സെക്കൻഡ് വെച്ച് ആഡ് ചെയ്യുന്നു. അപ്പോൾ മിക്സ്ഡ് എയർ, അതിൻ്റെ മിക്സ്ഡ് എയറിൻ്റെ ക്വാളിറ്റി നമുക്ക്, അതായത് 25 ഡിഗ്രിയിലിരിക്കുന്ന റൂം എയറാണ്, ഔട്ട്സൈഡ് എയർ ഇവിടെ 35 ഡിഗ്രി. അപ്പോൾ നമുക്ക് മിക്സ്ഡ് എയർ 27ൻ്റെ അകത്ത് കിട്ടുന്നു. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. അതായത് ഇഫ് യു മിക്സ് 1500 ലിറ്റർ പെർ സെക്കൻഡ് ഓഫ് ഔട്ട്സൈഡ് എയർ 35 ഡിഗ്രി സെൽഷ്യസ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 28 ഡിഗ്രി സെൽഷ്യസും വിത്ത് 4500 റീസർക്കുലേറ്റ് എയർ 25 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അതിൻ്റെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 50% വെച്ച് അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞൊരു പോയിൻ്റ് കിട്ടുന്നു എന്നുള്ളത് കാണിക്കുന്നത്. അത് ക്ലോസർ ടു എ ആയിരിക്കും നല്ല രീതിയിൽ. അത് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത് സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ അകത്ത്.